ആദിത്യധരന്റെ ദുരന്തർ ദി റിവെഞ്ച് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഓട്ടം തുടരുകയാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് 937.32 കോടി രൂപയും ലോകമെമ്പാടുമായി 1492.17 കോടി രൂപയും നേടിയാണ് ചിത്രം രണ്ടാം ആഴ്ച പൂർത്തിയാക്കിയത്. ആദിത്യധർ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം ദുരന്തർ ദി റിവെഞ്ച് മാർച്ച് 19 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിലാണ് ചിത്രം പുറത്തുവന്നത്. രൺവീർ സിംഗിന് പുറമെ സാറ അർജുൻ, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവർ ദുരന്തറിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആദിത്യധർ സംവിധാനം ചെയ്ത ദുരന്തറിന്റെ ആദ്യ ഭാഗം ഡിസംബർ 5 തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമയ്ക്ക് പ്രചോദനമായത്. ജ്യോതി ദേശ്പാണ്ഡെയുടെ ജിയോ സ്റ്റുഡിയോസും ആദിത്യ ലോകേഷ് ധറിന്റെ B62 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. മേക്കിംഗ്, തിരക്കഥ, കാസ്റ്റിംഗ്, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, BGM, VFX, വയലൻസ്, ആക്ഷൻ എന്നീ മേഖലകളിലെല്ലാം ആദ്യ ഭാഗത്തെ മറികടക്കുന്നതാണ് സീക്വൽ. ദുരന്തർ ആദ്യ ഭാഗത്തിന് 3 മണിക്കൂറും 34 മിനിറ്റുമാണ്. രണ്ടാം ഭാഗത്തിന് 4 മണിക്കൂറിന് 5 മിനിറ്റ് മാത്രം കുറവ്. 2 ഭാഗങ്ങളും കൂടി ചേരുമ്പോൾ സിനിമയുടെ ആകെ ദൈർഘ്യം 7 മണിക്കൂർ 30 മിനിറ്റാണ്. സാധാരണഗതിയിൽ 2 കാലയളവിൽ 2 ഭാഗങ്ങളായി പ്രത്യേകം ഷൂട്ട് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ദുരന്തർ 1ഉം 2ഉം ഭാഗങ്ങൾ ഒരേ സമയം ചിത്രീകരണം പൂർത്തിയാക്കിയതാണ്. അതിനാൽ തന്നെ ആദ്യ ഭാഗം റിലീസ് ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടാം ഭാഗം പുറത്തിറക്കാനായി. അതേസമയം ചിത്രം ബോക്സ് ഓഫീസിൽ ഓട്ടം തുടരുകയാണ്. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് 937.32 കോടി രൂപയും ലോകമെമ്പാടുമായി 1492.17 കോടി രൂപയും നേടിയാണ് ചിത്രം രണ്ടാം ആഴ്ച പൂർത്തിയാക്കുന്നത്. ദുരന്തർ 2 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4ാമത്തെ ഇന്ത്യൻ ചിത്രമായി തുടരുന്നു. പക്ഷേ ചിത്രത്തിന്റെ കളക്ഷൻ അല്ലു അർജുൻ നായകനായ പുഷ്പ 2വിന്റെ 15 ദിവസത്തെ കളക്ഷനേക്കാൾ പിന്നിലാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.